നമസ്കാരം. PSC ബുള്ളറ്റിലേക്ക് സ്വാഗതം. 2019-20 കാലഘട്ടത്തിലെ PSC ബുള്ളറ്റിനുകളിൽ നിന്നും തിരഞ്ഞെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട 3000 ചോദ്യങ്ങൾ 30 ദിവസം കൊണ്ട് എന്ന കോഴ്സാണ് നമ്മളിപ്പോൾ ചെയ്തു വരുന്നത്. ഈ കോഴ്സിൻ്റെ 6ാം ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1952 പാർലമെൻറ്റ് അംഗമായ പ്രശസ്ത ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞൻ മേഘനാഥ് സഹ. നാണയത്തിൽ ചിത്രം മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ. പിന്നോക്ക വിഭാഗത്തിൽ നിന്നും രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ഗ്യാനി സെയിൽ സിംഗ്. ഇന്ത്യയിൽ ആദ്യമായി ISD സംവിധാനം നിലവിൽ വന്ന നഗരം മുംബൈ. 1956 സംസ്ഥാന പുനഃസംഘടനയിലൂടെ നിലവിൽ വന്ന സംസ്ഥാനങ്ങൾ 14 സംസ്ഥാനങ്ങൾ. 1971 ഇൻഡോ പാക് യുദ്ധസമയത്ത് പ്രതിരോധ മന്ത്രിയായിരുന്നത് ജഗ്ജീവൻ റാം. 1998 ഇന്ത്യൻ പ്രധാനമന്ത്രി AB വാജ്പേയിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫും പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച നഗരം ലാഹോർ. ഇന്ത്യയിലെ രണ്ടാമത്തെ മാസ്റ്റർ കൺട്രോൾ ഫെസിലിറ്റി സെൻറ്റർ ISRO എവിടെയാണ് സ്ഥാപിച്ചത്? അയോധ്യ നഗർ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ യുനാനി മെഡിസിൻ എവിടെയാണ്? ബാംഗ്ലൂർ. പിൻകോഡിലെ നമ്പറുകളുടെ എണ്ണം 6 നമ്പറുകൾ. നാഷണൽ ലേബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരുടെ പേരിൽ നാമകരണം ചെയ്തിരിക്കുന്നു? VV ഗിരി. 2005 ഒക്ടോബറിൽ വിവരാവകാശ നിയമം നടപ്പിൽ വരാത്ത സംസ്ഥാനം ജമ്മു കാശ്മീർ. മദ്രാസ് സംസ്ഥാനത്തിൻ്റെ പേര് തമിഴ്നാട് എന്നാക്കി മാറ്റിയ വർഷം 1969. അണ്ണാ ഹസാരെ ഏത് സംസ്ഥാനക്കാരനാണ്? മഹാരാഷ്ട്ര. 50 വർഷം പാർലമെൻറ്റ് അംഗമായിരുന്ന സ്വാതന്ത്ര്യസമര സേനാനി NG രംഗ. അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആര്? പോർച്ചുഗീസുകാർ. ആര്യഭട്ട ഉപഗ്രഹത്തെ ബഹിരാകാശത്തെത്തിച്ച രാജ്യം മുൻ സോവിയറ്റ് യൂണിയൻ. ഇന്ത്യ എഡ്യൂസാറ്റ് വിക്ഷേപിച്ച തീയതി 2004 സെപ്റ്റംബർ 20. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂൺ. ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ C രാജഗോപാലാചാരി. ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത നഗരം ചണ്ഡീഗഡ്. റൂർക്കേല സ്റ്റീൽ പ്ലാന്റിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ജർമ്മനി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള എണ്ണ ശുദ്ധീകരണശാല ദിഗ്ബോയ്. ഇന്ത്യയിലെ ഉരുക്കു നഗരം എന്നറിയപ്പെടുന്നത് ജംഷഡ്പൂർ. മുംബൈ ഹൈ എന്തിനു പ്രസിദ്ധം? മുംബൈ ഹൈ എന്തിനാണ് പ്രസിദ്ധം? എണ്ണ ഖനനം. അഹമ്മദാബാദിലെ അഭയഘട്ടിൽ അന്ത്യനിദ്ര കൊള്ളുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി. മഹാരാഷ്ട്രയിൽ പെന്നിസിലിൻ ഫാക്ടറി എവിടെയാണ്? പിംപ്രി. മാരുതി ഉദ്യോഗ്
ഏത് ജപ്പാനീസ് കമ്പനിയുമായിട്ടാണ് സഹകരിക്കുന്നത്? സുസുക്കി. തമിഴ്നാട്ടിലെ നാമക്കൽ എന്ത് വ്യവസായത്തിന് പ്രസിദ്ധമാണ്? പൗണ്ട്രി. സിൽക്ക് വ്യവസായത്തിന് പ്രസിദ്ധമായ തമിഴ്നാട്ടിലെ സ്ഥലം? കാഞ്ചീപുരം. ഗുജറാത്തിലെ കാംബെ എന്തിനാണ് പ്രസിദ്ധം? പെട്രോളിയം ഖനനം. ഗുഡ്ഗാവ് വ്യവസായശാല ഏത് സംസ്ഥാനത്താണ്? ഹരിയാന. ഗുഡ്ഗാവ് വ്യവസായ മേഖല ഏത് സംസ്ഥാനത്താണ്? ഹരിയാന. ഹാൽഡിയ ഏത് നിലയിൽ പ്രസിദ്ധം? എണ്ണ ശുദ്ധീകരണശാല. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ്റെ ആസ്ഥാനം? വിശാഖപട്ടണം. വ്യാവസായികമായി ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം? മഹാരാഷ്ട്ര. ബോംബെ ഹൈ എന്തിനു പ്രസിദ്ധം? പെട്രോളിയം ഖനനം. ലോകത്തെ 70% രത്നങ്ങളും മുറിക്കുകയും പോളിഷ് ചെയ്യുന്നതും എവിടെയാണ്? സൂറത്ത്. ഷോളാപൂർ എന്ത് വ്യവസായത്തിന് പ്രസിദ്ധം? പരുത്തിത്തുണിത്തരങ്ങൾ. ഇന്ത്യയിലെ ആദ്യത്തെ വൻതോതിൽ ഉൽപ്പാദനം നടത്തുന്ന സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിതമായ നഗരം? ജംഷഡ്പൂർ. മൈക്ക ഖനനത്തിന് പ്രസിദ്ധമായ കൊഡർമ ഖനികൾ ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡ്. ഡെനിം സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്? അഹമ്മദാബാദ്. ഹൂഗ്ലി നദിയുടെ തീരത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രധാന വ്യവസായം? ചണം. അമൂൽ എന്നതിൻ്റെ പൂർണ്ണരൂപം? ആനന്ദ് മിൽ യുണൈറ്റഡ് ലിമിറ്റഡ്. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ ഫാക്ടറി എവിടെയാണ്? ജംഷഡ്പൂർ. ഇന്ത്യയിൽ ധാതു പരിവേഷണത്തിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള സർക്കാർ സ്ഥാപനം? ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ പിറ്റ്സ്ബർഗ് എന്നറിയപ്പെടുന്നത്? ജംഷഡ്പൂർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വജ്രഖനനം നടത്തുന്ന സംസ്ഥാനം? മധ്യപ്രദേശ്. നൂൻമതി എണ്ണ ശുദ്ധീകരണശാല ഏത് സംസ്ഥാനത്താണ്? അസം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സെക്ടർ? താപനിലയങ്ങൾ. ഉത്തർപ്രദേശിലെ ഫിറോസാബാദ് എന്തിനാണ് പ്രസിദ്ധം? ഗ്ലാസ് വ്യവസായം. റാണിഗഞ്ച് കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. ഏതുതരം ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരമാണ് അക്മാർക്ക് സൂചിപ്പിക്കുന്നത്? കാർഷികോൽപ്പന്നങ്ങൾ. ഇന്ത്യയിലെ ഡെട്രോയിറ്റ് എന്നറിയപ്പെടുന്നത്? പീതാംപൂർ. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം? ഡെറാഡൂൺ. ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പ്രിന്റ് ഫാക്ടറി? നേപ്പാനഗർ. ജംഷഡ്പൂർ ഏത് വ്യവസായത്തിനാണ് പ്രസിദ്ധം? ഇരുമ്പുരുക്ക് വ്യവസായം. തമിഴ്നാട്ടിൽ ഓക്സൈഡ് അച്ചടിക്ക് പ്രസിദ്ധമായ സ്ഥലം? ശിവകാശി. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എവിടെയാണ്? ജംഷഡ്പൂർ. കൊയാലി എന്തിന് പ്രസിദ്ധം? എണ്ണ ശുദ്ധീകരണശാല. ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു? ദുർഗ. രാകേഷ് ശർമ്മയുടെ ബഹിരാകാശ യാത്ര നടത്തിയ വർഷം? 1984. ചാന്ദ്രയാൻ 2 പദ്ധതിയിൽ ഏത് രാജ്യവുമായി സഹകരിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്? റഷ്യ. ഇന്ത്യയുടെ വ്യവസായ തലസ്ഥാനം എന്നറിയപ്പെടുന്നത്? മുംബൈ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയത്? സർദാർ പട്ടേൽ.
നളന്ദ സർവകലാശാലയുടെ പുനരുദ്ധീകരണത്തിന് നേതൃത്വം നൽകാൻ നിയോഗിക്കപ്പെട്ടത് അമർത്യ സെൻ. നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിൻ്റെ ആസ്ഥാനം ബാംഗ്ലൂർ. നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. ന്യൂനപക്ഷ സർക്കാരിൻ്റെ തലവനായ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ചരൺ സിംഗ്. പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ലുകൾ രാജ്യസഭയിൽ പരാജയപ്പെട്ടത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ്? രാജീവ് ഗാന്ധി. പാവ്നാറിൽ പരാന്താം ആശ്രമം സ്ഥാപിച്ചത് വിനോബ ഭാവെ. പാർലമെൻറ്റിനെ അഭിമുഖീകരിക്കാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ചരൺ സിംഗ്. പാർലമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു സഭയിൽ അംഗമല്ലാതെ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി നരസിംഹറാവു. പിന്നോക്ക വിഭാഗത്തിൽ നിന്നും പ്രധാനമന്ത്രിയായ ആദ്യത്തെ വ്യക്തി ഡോക്ടർ മൻമോഹൻ സിംഗ്. പുനരുദ്ധീകരിച്ച നളന്ദ സർവകലാശാലയുടെ പ്രഥമ വിസിറ്റർ സ്ഥാനം നിരാകരിച്ചത് APJ അബ്ദുൽ കലാം. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ കേന്ദ്രമന്ത്രി സർദാർ പട്ടേൽ. പദവിയിലിരിക്കെ അന്തരിച്ച ഉപപ്രധാനമന്ത്രി സർദാർ പട്ടേൽ. 1959 സ്ഥാപിതമായ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എവിടെയാണ്? ന്യൂഡൽഹി. മുഖ്യമന്ത്രി പദം വഹിച്ച ആദ്യ ദളിത് വനിത മായാവതി. മുഖ്യമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി മൊറാർജി ദേശായി. മുംബൈയിലെ ദാദറിന് സമീപം ആരുടെ സമാധി സ്ഥലമാണുള്ളത്? BR അംബേദ്കർ. അടിയന്തരാവസ്ഥയെ അച്ചടക്കത്തിൻ്റെ യുഗപ്പിറവി എന്ന് വിശേഷിപ്പിച്ചത് വിനോബ ഭാവെ. ഇന്ത്യ ആദ്യമായി റോക്കറ്റ് വിക്ഷേപിച്ച സ്ഥലം തുമ്പ, തിരുവനന്തപുരം. ഇന്ത്യയുടെ ആദ്യത്തെ ആറ്റോമിക് റിയാക്ടർ അപ്സര. ഇന്ത്യയുടെ ആദ്യത്തെ ആറ്റോമിക് റിയാക്ടർ അപ്സര. കോരാപുട്ട് അലൂമിനിയം പ്രൊജക്റ്റ് ഏത് സംസ്ഥാനത്താണ്? ഒറീസ. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡ്. സാരികൾക്ക് പേരുകേട്ട കാഞ്ചീപുരം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. സാമ്പൽപൂർ ഏത് ധാതുവിൻ്റെ ഖനനത്തിന് പ്രസിദ്ധമാണ്? കൽക്കരി. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡ്. ഏത് സംഘടനയ്ക്കാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സമർപ്പിച്ചിരിക്കുന്നത്? ഐക്യരാഷ്ട്ര സംഘടന. ഏത് രാജ്യമാണ് അന്റാർട്ടിക്ക പര്യടനത്തിനായി ഇന്ത്യക്ക് MV പോളാർ സർക്കിൾ എന്ന വാഹനം നൽകിയത്? നോർവേ. കൂടംകുളം ആണവ പദ്ധതിയുമായി സഹകരിച്ച രാജ്യം റഷ്യ. സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ ആസ്ഥാനം കൽക്കത്ത. ചന്ദ്രയാൻ പദ്ധതിക്കായി ഇന്ത്യ ഉപയോഗിച്ച ബഹിരാകാശ വാഹനത്തിൻ്റെ നാമധേയം PSLV-C-11. ISRO സ്ഥാപിതമായ വർഷം 1969. ISROയുടെ വാണിജ്യ വിഭാഗമായ ആൻഡ്രിക്കസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം ബാംഗ്ലൂർ. തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ പ്രവർത്തനമാരംഭിച്ച വർഷം 1963. ബാങ്ക് ദേശസാൽക്കരണത്തിന് മുൻകൈയെടുത്ത മലയാളിയായ കേന്ദ്ര നിയമമന്ത്രി പനമ്പള്ളി ഗോവിന്ദമേനോൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ പട്ടേലിനെ സഹായിച്ച മലയാളി VP മേനോൻ. നാഷണൽ പോലീസ് അക്കാദമിയുടെ
ആരുടെ പേരിൽ നാമകരണം ചെയ്തിരിക്കുന്നു? സർദാർ പട്ടേൽ. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ്? കൃഷ്ണകാന്ത്. ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേരിലുള്ള ന്യൂക്ലിയർ ബോംബ് പരീക്ഷണം ഇന്ത്യ നടത്തിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 4-ാം പദ്ധതി കാലത്ത്. ബംഗ്ലാദേശിൻ്റെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി. ഭാരതീയ ജനസംഘത്തിൻ്റെ സ്ഥാപകൻ? ശ്യാമപ്രസാദ് മുഖർജി. 1948 ഡോക്ടർ ശാരദ കപൂറിനെ പുനർവിവാഹം ചെയ്ത നേതാവ്? ഡോക്ടർ BR അംബേദ്കർ. 2009 തെരഞ്ഞെടുപ്പിന് ശേഷം നിലവിൽ വന്നത് എത്രാമത്തെ ലോക്സഭയാണ്? 15.